ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതിലോട്ട് നമുക്ക് കരിവേപ്പില ഇടാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനാവശ്യമായി അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, ജീരകവും ഉലുവയും കൂടി പൊടിച്ചത്, കായം, വിനാഗിരി, വെളിച്ചെണ്ണ. ഇതിൻ്റെ ഇപ്പം പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഉലുവയും കൂടി പൊടിച്ചത് ഇടാം. ഇതിലേക്ക് കായപ്പൊടി, ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇത് വരളാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് മൂടി തുറക്കാം. ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക വെള്ളക്കിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.